അങ്ങനെ മാനസയ്ക്ക് വയറ് നിറച്ച് ആന്റിയമ്മ കൊടുക്കുന്ന മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത്. മാനസ ആന്റിയമ്മയെ ഫോണിൽ വിളിക്കുകയാണ്. കൃഷും സാഗറും അടിച്ചു പിരിഞ്ഞു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് മാനസ വിളിക്കുന്നത്. തുടർന്ന് ആന്റിയമ്മ ഹലോ പറയുമ്പോൾ മാനസ ആന്റിയമ്മ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട ആന്റിയമ്മ ഒരുവിധ സുഖമാണെന്ന് തിരിച്ചു പറയുകയാണ്. എന്നാൽ അത് കേട്ട മാനസ അത് എന്ത് പറ്റിയ ആന്റിയമ്മേ, എന്താണ് ഒരുവിധം, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആന്റിയമ്മയ്ക്ക് വല്ല മനപ്രയാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ നല്ല ഗൗരവത്തിൽ നീ ഇപ്പോൾ എന്താണ് വിളിച്ചതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട മാനസ ആന്റിയമ്മയുടെ മനപ്രയാസം എനിക്ക് അങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്ന് പറയുകയാണ്. എന്താണെങ്കിലും എന്നോട് പറ, ഞാൻ സോൾവ് ചെയ്തു തരാം എന്ന് പറയുകയാണ് മാനസ. ഞാൻ വിളിച്ച കാര്യം പിന്നീട് പറയാം, ആദ്യം ആന്റിയമ്മയുടെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറ. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് ആന്റിയമ്മയുടെ വാക്കിനൊക്കെ കരം വെക്കുകയാണ്. ആന്റിയമ്മ നല്ല ഗൗരവത്തിൽ നീ വിളിച്ചത് എന്തിനാണെന്ന് പറയൂ കുട്ടി. എന്നാൽ അത് കേട്ട് മാനസ ആന്റിയമ്മയുടെ പ്രശ്നം എന്താണെന്ന് ആന്റിയമ്മ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വിട്ടേക്ക്, ഞാൻ ആന്റിയമ്മയുടെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. കൃഷും സാഗറും ഓഫീസിൽ നിന്ന് അടികൂടി പിരിഞ്ഞിട്ടാണല്ലോ പോയത്. അവർ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അവര് സാധാരണ അച്ഛനും മകനും പോലെ ഒന്നുമല്ലല്ലോ ആയിരുന്നത്. ബോർഡ് മീറ്റിംഗിൽ കൃഷ് മദ്യപിച്ചെത്തിയത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി സാഗർ അങ്കിൾ കൃഷ്ണനെ അടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. സാഗറങ്ങളിലെ കൃഷ്ണനോട് ക്ഷമിക്കാമായിരുന്നു, പക്ഷെ സാഗറങ്ങൾ അത് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി ആന്റിയമ്മേ. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് തലിങ്ങനെ ആട്ടുകയാണ്. അമ്പടി കളി. അല്ല, അവർ തമ്മിൽ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അതോ കമ്പനിയുടെ കാര്യം പറഞ്ഞ് രണ്ടുപേരും അടിച്ചു പിരിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട ആന്റിയമ്മ പിന്നെ മാനസിയോട് ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്താണ് ഗുണം എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട മാനസ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞാൽ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. അത് മാത്രമല്ല അവർ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ആർക്കും തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എനിക്ക് തീർക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ അത് ശരി, നിന്നെ കൊണ്ടൊക്കെ അത് സാധിക്കുമല്ലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. കളിയാക്കുന്ന രീതിയിലാണ് ആന്റിയമ്മ തിരിച്ചത് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നം കണ്ടിട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല ആന്റിയമ്മ. എന്നാൽ അത് കേട്ട് വീണ്ടും ആന്റിയമ്മ അയ്യോ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് വല്ല ഡോക്ടറെ കാണാൻ ആവശ്യപ്പെടുകയാണ്, അല്ലാതെ എനിക്ക് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് മാനസികമൊന്നും ഞെട്ടുകയാണ്. അയ്യോ ആന്റിയമ്മ, എനിക്കൊരു സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. തുടർന്ന് ആന്റിയമ്മ കൃഷും സാഗറും അടിച്ചു പിരിഞ്ഞാൽ നിനക്ക് എങ്ങനെയാണ് സ്വസ്ഥത പോകുന്നത്, നിനക്ക് സന്തോഷമല്ലേ വരിക? അവർ രണ്ടുപേരും അടിച്ചു പിരിയണമെന്നല്ലേ നീയും നിന്റെ അച്ഛനും ആഗ്രഹിക്കുന്നത്? മോളെ, നീ ഇപ്പോൾ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ അത്ര മണ്ടിയല്ല ഞാനും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ ഇപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന്. എന്റെ കുടുംബത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്റെ കുടുംബത്തിൽ ആ പ്രശ്നങ്ങൾ തീർക്കാൻ എന്റെ കുടുംബത്തും ആളുകളുണ്ട്. അത് തീർക്കാൻ പുറത്തുനിന്ന് തൽക്കാലം ഞങ്ങൾ ആളെ എടുക്കുന്നില്ല. ഇത് നിന്നോട് മാത്രമല്ല നിന്റെ അച്ഛനോടും കൂടിയാണ് പറയുന്നത്. അങ്ങനെ നൈസായിട്ട് മാനസികയുടെ അച്ഛനും വിളിച്ചിരിക്കുകയാണ് ആന്റിയമ്മ. സാഗറിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പുറത്തുനിന്ന് ആരും വരണ്ട, ഫോൺ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ ഫോൺ വെക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ അയ്യോ ആന്റിയമ്മ ഫോൺ വെക്കല്ലേ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും മാനസിയുടെ അടുത്തേക്ക് മാനസിയുടെ അമ്മ ഹേമ വരികയാണ്. എന്ത് പറ്റി മാനസ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അവിടെ ഹേമയെ കണ്ട് മാനസിക്ക് നല്ല ദേഷ്യം വരികയാണ്. മാനസ നല്ല ദേഷ്യത്തിൽ പിന്നെ അമ്മയെ ഇപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ എന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ഹേമയും വിട്ടുകൊടുക്കുന്നില്ല. ഹേമ പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ മാനസിയുടെ പിന്നെ ഈ വീട്ടിലെ ഓരോ മുറിയിലേക്ക് പോകാൻ എനിക്ക് നിന്റെ അനുവാദം വേണമല്ലോ, പ്രത്യേക കല്യാണക്കുറി കിട്ടിയിട്ട് വേണമല്ലോ. നിനക്ക് ഇപ്പോൾ വിളിച്ച ആരുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഹേമ മാനസിയോട്. എന്നാൽ അത് കേട്ട് മാനസിക്ക് നല്ല ദേഷ്യം വരികയാണ്. അമ്മ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് ഹേമ അങ്ങാടിയിൽ തോറ്റതിന് എന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. നീ എന്തെങ്കിലും ചെയ്തോളാൻ പറയുകയാണ്. തുടർന്ന് മാനസ ഹേമയെ വിളിക്കുകയാണ്. അങ്ങനെ അമ്മ ഇപ്പോൾ പോകണ്ട, എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമ നല്ല ദേഷ്യത്തിൽ പിന്നെ മാനസിയോട് അമ്പടി പുളിച്ചു, അത് നീ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ചീത്ത കേട്ടിട്ട് ആ ദേഷ്യം നീ എന്റെ അടുത്ത് തീർക്കണ്ട, നീ തന്നെ സ്വയം തീർത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഉണ്ടായ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനിയാകെ തകർന്നു നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. തുറന്ന് കൺമണി പിന്നെ അച്ഛനോട് ഞാൻ ഇന്നേ വരെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അച്ഛനോട് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. തുറന്ന് ശ്രീനി പിന്നെ കൺമണിയോട് കൃഷി പറഞ്ഞ കാര്യത്തെക്കുറിച്ചും കൂടി പറയുകയാണ്.
എന്നെ ഒഴിവാക്കിയിട്ട് കൺമണിക്ക് പോകാമെന്ന് കൃഷി പറഞ്ഞ കാര്യവും അച്ഛനോട് പറയുകയാണ്. തുടർന്ന് ശ്രീനി പിന്നെ കൺമണിയോട് എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി എനിക്ക് അങ്ങനെ ക്രിഡ് സാറിനെ ഒറ്റയ്ക്ക് വിട്ട് പോകാൻ സാധിക്കില്ല അച്ഛാ, എനിക്ക് ക്രിഡ് സാറിനെ വേണം, ക്രിഡ് സാറിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് സന്തോഷമാവുകയാണ്. അത് തന്നെയാണ് മോളെ ശരി എന്ന് പറയുകയാണ്. നീ എപ്പോഴും കൃഷിന്റെ കൂടെ ഉണ്ടാകണമെന്ന് പറയുകയാണ്. തൽക്കാലം ഈ വീട്ടിൽ മറ്റാരും ഈ കാര്യങ്ങളൊന്നും അറിയരുത് എന്ന് പറയുകയാണ്. അവരാരെങ്കിലും ഇതെങ്ങാനും പറഞ്ഞാൽ അവരിത് വെച്ച് ഒരു നാറിയെ കളി കളിക്കാനും മടിക്കില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്കിടയിൽ മാത്രം ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷും സാഗറുമാണ്. രണ്ടുപേരും നിലാവ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തുറന്ന കൃഷിന് കാവലായിട്ടാണ് സാഗർ അവിടെ ഇരിക്കുന്നത്. തുറന്ന കൃഷി പിന്നെ സാഗറിനോട് അച്ഛൻ എന്തിനാണ് എനിക്ക് കാവലായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചത്ത് കളയുമെന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ അതോർത്തൊന്നും പേടിക്കേണ്ട, ഞാൻ ചത്ത് കളയാനൊന്നും പോകില്ല, അങ്ങനെ ചത്ത് കളഞ്ഞാൽ പിന്നെ ഞാൻ ഇത് എങ്ങനെ അനുഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ദേഷ്യം വരികയാണ്. നീ ഇതൊരു തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും അത് എനിക്ക് ശരിക്കും കൊള്ളുന്നുണ്ടെന്ന് തുറന്ന കൃഷി പിന്നെ സാഗറിനോട് ഹേ മാൻ, ധൈര്യമായിട്ടിരിക്കെ, ഇങ്ങനെ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്, കട്ടയ്ക്ക് നിൽക്ക്, എന്റെ ഫ്രണ്ട് തളർന്നു പോയാൽ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് കൃഷ്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അച്ഛനിപ്പോൾ വീട്ടിൽ കൊടുന്നാക്കണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ അച്ഛനിപ്പോൾ വീട്ടിൽ കൊടുന്നാക്കാം, പക്ഷെ വീട്ടിലേക്ക് ഞാൻ കയറില്ല എന്ന് പറയുകയാണ്. വീട്ടിൽ കൃപയെല്ലാം കാണുമ്പോൾ ഞാൻ ആകെ തകർന്നു പോകും അച്ഛ, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കയറില്ല, അച്ഛനെ വേണമെങ്കിൽ വീട്ടിൽ കൊടുന്നാക്കാം. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ്. സാഗർ ഫോൺ വിളിച്ച് അറിയിച്ചതിനെ തുടർന്നാണ് ദേവ്ജി അങ്ങോട്ട് വരുന്നത്. തുറന്ന് ഇവർ രണ്ടുപേരുടെയും നിലാവത്തോളം ഇരിപ്പ് കണ്ട് ദേവ്ജി പിന്നെ ഇവരോട് ഇതുവരെയായിട്ട് ഇത് മതിയാക്കാറായില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനെ വിളിച്ചിട്ട് കൃഷേ, എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ടൊന്നോ സകല മുറിവോളം ഉണങ്ങുമെന്ന ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കൃഷിന് സാധിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നീ ഒരുപാട് ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തുള്ള ഒരാളല്ലേ, പ്രാക്ടിക്കലായി ചിന്തിക്കാനുള്ള ഒരു ബോധം നിനക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അയ്യോ ദേവ്ജി, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അച്ഛനാണ് പേടിച്ചിട്ട് ദേവ്ജിയെ വിളിച്ചത്. എന്നാൽ അത് കേട്ട് സാഗർ, നീ എനിക്കൊപ്പം എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ദേവ്ജിയെ വിളിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ദേവ്ജിയെ വിളിക്കേണ്ടി വന്നത്. എനിക്ക് ഇവനെ തനിച്ച് വിട്ടിട്ട് പോകാൻ പറ്റില്ല ദേവ്ജി, അങ്ങനെ ഇവനില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ബാക്കി ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഈ രാത്രി ഇത്രയും കനം കൂടിയ വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് തുടർന്ന് ദേവ്ജി കൃഷ്ണനെ വിളിക്കുകയാണ്. നീ സാഗറിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ കൃഷ് വേണ്ട ദേവ്ജി, ഞാൻ വല്ല ഹോട്ടലിൽ മുറിയെടുത്തോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി നീ ഹോട്ടലിൽ മുറിയെടുക്കുന്ന പോലെ എന്റെ വീട്ടിൽ നിന്നാൽ മതി എന്ന് പറയുകയാണ്. വേണമെങ്കിൽ കുറച്ച് കാശും തന്നേക്കാൻ പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞത് നിനക്ക് സമ്മതമല്ലെങ്കിൽ സാഗറിന്റെ ഈ പേടി സത്യമാണെന്ന് എനിക്ക് കരുതേണ്ടി വരും. തുറന്ന സാഗർ കൃഷ്ണനെ വിളിക്കുകയാണ്. നീ ദേവ്ജി പറഞ്ഞ് സമ്മതിക്കാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന് കൃഷ് സാഗറിനോട് ശരി, ഞാൻ ദേവ്ജിക്കൊപ്പം ദേവ്ജിയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ്, പക്ഷെ അച്ഛൻ എനിക്ക് വാക്ക് തരണം, അച്ഛൻ വീട്ടിൽ പോയിട്ട് അമ്മയെ വേദനിപ്പിക്കാൻ പാടില്ല, അമ്മയോട് ദേഷ്യപ്പെട്ട് ഒന്നും പറയാനും പാടില്ല, അമ്മ ചെയ്തു തന്നെയാണ് ശരി, അമ്മയുടെ ഭാഗത്തുനിന്ന് നോക്കി കാണാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്, എന്റെ അമ്മ പാവമാണ്, എന്റെ അമ്മ കരയാൻ പാടില്ല, എന്നോട് ഇത്തിരി പിശുക്ക് കാണിച്ചത് അത് അപ്പുറത്തെ ആൾക്ക് കുറച്ച് കൂടുതൽ സ്നേഹം കൂടുതൽ കൊടുക്കാൻ വേണ്ടിയാണ്. തുടർന്ന് സാഗർ കൃഷ്ണ സത്യം ചെയ്തു കൊടുക്കുകയാണ്, വാക്ക് കൊടുക്കുകയാണ്. തുടർന്ന് കൃഷി ദേവ്ജിയെ വിളിക്കുകയാണ്. വാ ദേവ്ജി നമുക്ക് പോകാം, ഇനി ഇവിടെ നിന്നാൽ എന്റെ അച്ഛൻ കരയുന്നത് എനിക്ക് കാണേണ്ടി വരും, അതുകൊണ്ട് വാ നമുക്ക് പോകാം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ കൃഷ്ണ വിളിക്കുകയാണ്. ഈ അച്ഛന്റെ ഒരു വിശ്വാസമാണ്, നാളെ നീ എന്നെ ഫോണിൽ വിളിക്കും, നാളെ നമ്മൾ നേരിട്ട് കാണും, ഈ അച്ഛനെ നീ ചതിക്കല്ലടാ എന്ന് നിറകണ്ണുകളോടുകൂടി സാഗർ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷിന് കരച്ചിൽ വന്ന കൃഷി സാഗറിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ സാഗർ കൃഷിയും ആ നിലാവത്ത് രണ്ടുപേരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ദേവ്ജി. തുറന്ന കൃഷി ദേവ്ജിക്കൊപ്പം കാറിൽ കയറി ദേവ്ജിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ പൊട്ടിക്കരയുകയാണ്. എല്ലാവരും പോയ ശേഷം സാഗർ തന്റെ വിഷമത്തോടുകൂടി പൊട്ടിക്കരയുകയാണ്. കൃഷിന് ഞാൻ തനിച്ചാക്കിക്കില്ല, കൃഷി എന്റെ മകനാണ്, എനിക്കൊപ്പം കൃഷി എന്റെ മകനായിട്ട് കൂടെ ഉണ്ടാകണമെന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് സാഗർ. തുറന്നു കാണിക്കുന്ന കൃഷി ദേവ്ജിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി കൃഷി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. എന്നാൽ ആ ബാഗ് കണ്ട് ദേവ്ജി അത് ശരി, എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണല്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, നീ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ നീ എടുത്ത തീരുമാനം മനസ്സുരുക്കി ജീവിക്കാനാണെങ്കിൽ ആ തീരുമാനം തെറ്റാണെന്നേ ഞാൻ പറയൂ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നീ ഇവിടെ ബുദ്ധിമുട്ടി ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യവുമില്ല, രാവും പകലെല്ലാം മാറി മാറി വരും, ഈ തീരുമാനവും നാളെ മാറും, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കൂട്ടി ചെല്ലുകയാണ് ദേവ്ജി. തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട് നീ അകത്തെ ബെഡ്റൂം ഉപയോഗിച്ചോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ വേണ്ട, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സോഫയിൽ വന്നിരിക്കുകയാണ്.
എന്നാൽ അത് കണ്ട് ദേവ്ജി പിന്നെ കൃഷ്ണന്റെ അടുത്ത് എന്നിട്ട് ആ സോഫയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അയ്യോ, അത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഒരുപാട് മുറികൾ ഉള്ളതാണ്, നിനക്ക് ഏതെങ്കിലും ഒരു ബെഡ്റൂം ഉപയോഗിക്കാമെന്ന് പറയുകയാണ്. നിനക്ക് കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് വരുത്തിച്ചാലോ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എനിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. എനിക്ക് കുറച്ച് വെള്ളം മാത്രം മതി എന്ന് പറയും. തുടർന്ന് ദേവ്ജി കൃഷ്ണ ഒരു മോട്ടിവേഷണൽ ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുകയാണ്. സാഗറിന് ഇപ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. നീ എനിക്കൊപ്പം വന്നത് കൊണ്ട് സാഗറിന് മിനിമം ഒരു പ്രതീക്ഷ നീ സുഖമായിട്ട് കുറച്ച് നേരമെങ്കിലും ഉറങ്ങുമെന്നതാണ്. ആ പ്രതീക്ഷ നീ തെറ്റിക്കരുതെന്ന് അങ്ങനെ കുറെ ഉദാഹരണങ്ങളെല്ലാം കൊടുത്ത് കൃഷ്ണ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ദേവ്ജി. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.